ഹലോ അസ്സലാമലൈക്കും ഗൈസ്. ഇന്നത്തെ വീഡിയോ നമുക്ക് ചോളം പുഴുങ്ങിയാലോ. ഇതേ ഞാൻ ഈ രണ്ട് ചോളങ്ങളെ നെടുവേ കവർ കീറി ഇതേ രണ്ടെണ്ണത്തിനെയും രണ്ടായി സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചോലെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ തോല് മെല്ലെ എടുത്ത് കളയുക. അതിനുശേഷം ഇതിനെ നമുക്ക് ഇഡലിക്കുട്ടത്തിൽ പുഴുങ്ങാൻ വെക്കാം. ഓക്കെ. നമുക്ക് ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെള്ളം എടുക്കാം. എന്നിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ 2 മുട്ട ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇഡ്ഡലി തട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഈ 2 ചോളങ്ങൾ കൂടി അതിൻ്റെ മണ്ടയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ച് ഒരു അരമണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ മോൻ വന്നിട്ട് അവനിക്ക് ഡ്രാഗൺ ഫ്രൂട്ടാണോ ആപ്പിളാണോ എന്താണോ വേണ്ടതെന്ന് അറിയത്തില്ല. അവിടെ വെച്ചിരുന്ന ഫ്രൂട്ട്സ് കാണിച്ചിട്ട് ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് പിണങ്ങുന്നുണ്ട്. ഞാൻ ഓരോന്നെടുത്ത് കാണിച്ചിട്ട് ഇതാണോ എന്ന് ചോദിക്കുമ്പോൾ അവനിക്ക് അതൊന്നും വേണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്ത് അവനിക്ക് ഇഷ്ടമുള്ള എടുത്തോട്ടെ എന്ന് കരുതി വെച്ചപ്പോഴത്തേക്കും അവ എടുത്ത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതിൽ വെച്ചിരുന്ന പയറാണ് അവ എടുത്ത് കഴിച്ചത്. അവൻ പയറാണ് ചോദിച്ചത്, പക്ഷേ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഓക്കെ. ഇപ്പോഴത്തേക്കും 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോളം റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്ത് കൂടെ ചായ ഇട്ടിട്ടുണ്ട്, പറങ്ങണ്ടി വറുത്തെടുത്തിട്ടുണ്ട്, കാഷ്യനട്ട്. പറങ്ങണ്ടി എന്ന് എല്ലാ സ്ഥലത്തും പറയുമെന്ന് എനിക്കറിയില്ല, കാഷ്യനട്ടെന്നും പറയും. എന്നിട്ട് ഞാൻ ചോളവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചോളത്തിനെ കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ് എല്ലാവർക്കും കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. എനിക്ക് ജലദോഷമാണ്, അതാണ് എൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു ഇറിറ്റേഷൻ വരുന്നത്. ഓക്കെ.